ആലുവയിൽ മദ്യലഹരിയിൽ ആക്രമണം. തിരുവനന്തപുരം സ്വദേശി ഇതര സംസ്ഥാന തൊഴിലാളിയുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്നേഹാമോൾ നൈനാനുണ്ട് വിശദാംശങ്ങളുമായി. സ്നേഹ, മദ്യലഹരിയിലുള്ള ഒരു ആക്രമണം എന്നതിലുപരി ഇവർ തമ്മിൽ നേരത്തെ പരിചയമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അനുഷ്ഠിത, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആലുവ പ്രൈവറ്റ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു സംഭവം. മദ്യലഹരിയിലായിരുന്ന തിരുവനന്തപുരം സ്വദേശി ഇതര സംസ്ഥാന തൊഴിലാളിയുടെ തലയിൽ മദ്യക്കുപ്പി കൊണ്ട് തന്നെ തലയ്ക്കടിച്ച് ഗുരുതരമായി തന്നെ പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇയാൾ ലഹരിയിലായിരുന്നു. അതിനു പുറമെ ഇയാൾ മദ്യലഹരിയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് കാരണമെന്ന് പറയുന്നത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ വരുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ ഒരു സിറിഞ്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മദ്യത്തിന് പുറമെ ഇയാൾ മാരക ലഹരിയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ എത്തുന്നത്. ഏതായാലും പരിക്കേറ്റ ആളുടെ അവസ്ഥ ഗുരുതരമാണ്. ഇയാളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ അക്രമി പോലീസ് കസ്റ്റഡിയിലാണ്, ആലുവ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ മേൽപ്പാലത്തിന് അടിയിലായിട്ട്, ഈ ആലുവ മേൽപ്പാലത്തിന് അടിയിലായിട്ട് നിരവധി സാമൂഹ്യ വിദഗ്ധരാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി തന്നെ എത്തുന്നത്. അതായത് ഈ പരിക്കേറ്റ ആൾ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. അയാളെയാണ് ഈ ലഹരിയെല്ലാം കൂടി അടിച്ചു കയറ്റിയിട്ട് ഈ ഇത്രയും വലിയ ഗുരുതരമായൊരു പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ? അനശ്വര, ആലുവ മേൽപ്പാലത്തിന് താഴ്ഭാഗത്തായിട്ട് നിരവധി പേരാണ് ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത്. അത്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി എത്തിയതാണ് ഈ തിരുവനന്തപുരം സ്വദേശിയും അതുപോലെ തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരിക്കണം. ഇതേ തുടർന്നാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഈ മേൽപ്പാലത്തിന് താഴ്വശത്തായിട്ട് നിരവധി പേര് ഇത്തരത്തിൽ ഈ സാമൂഹ്യ വിരുദ്ധരെത്തുന്നുണ്ട്. ഇതേക്കുറിച്ച് ഈ പ്രദേശവാസികളൊക്കെ തന്നെയും നിരവധി തവണ പരാതികളൊക്കെ തന്നെയും ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെയും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപവുമുണ്ട്. ഏതായാലും നിലവിൽ ഈ അക്രമിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷമുള്ള വാക്കേറ്റമാവാം ഈ ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. അനശ്വര. ശരി, ലഹരി മൂത്ത് പരസ്പരം വാക്കേറ്റമുണ്ടാകുന്നു. അതിനുശേഷം ഒരാളുടെ തലയടിച്ചു പൊട്ടിക്കുന്നു. അയാൾ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആലുവ മേൽപ്പാലത്തിന് താഴെ ഇത്തരത്തിൽ സമാന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും സംവിധാനങ്ങൾ കണ്ട് അതിന് കൃത്യമായ നടപടിയെടുക്കേണ്ടതുണ്ട്. സ്നേഹാമോൾ നൈനാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.